ഹലോ ഗൈസ്, അപ്പം നമ്മളിന്ന് സൂത്രം ചെയ്യാമാണ്. നിങ്ങളിത് ക്ലാസ് കൊണ്ടത് ചോക്കിട്ടൊക്കെ യൂസ് ആക്കില്ലേ? ഓ, ഫാന് സ്പീഡ് കൂടിപ്പോയി ഗൈസ്. ഒച്ചില്ല ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ സ്പീഡ് കുറച്ചിട്ട് വരാൻ നിൽക്കേ. കേൾക്കുന്നുണ്ടോ? സോറി ഗൈസ്, ഞാൻ കട്ട് ചെയ്യാൻ മറന്നു പോയി. അപ്പം ഇത് കട്ട് ചെയ്യാൻ മറന്നു പോയതല്ല, ഞാൻ കട്ട് ചെയ്യാൻ മനഃപൂർവ്വം കട്ട് ചെയ്യാല്ല. അപ്പം ഇത് നിങ്ങളെ കൊണ്ടേറ്റ് ചോക്കെല്ലാം ഇട്ട് വെക്കുമ്പോൾ ടീച്ചർ പറയാറ്, ആഹാ ഇത് വോയിസ് അടിച്ചു പൊട്ടിക്കുമായിരിക്കും എന്നാലും നല്ല സാധനമല്ലോ, എങ്ങനെയാണ് എന്തായാലും ചോദിക്കും. അപ്പം അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സാധനം ഉണ്ടാക്കി വെക്കാം. അതിനായിട്ട് നമ്മളൊരു പേപ്പർ എടുക്കണം. ഏതെങ്കിലും കോപ്പി ഇങ്ങനെ മതി. പശ വേണമെന്ന് നോക്കത്തില്ല, സിക്കായിരിക്കും പശ നല്ലതാണ്. ആദ്യം നമ്മൾ ഇതുമാതിരി ഒന്ന് മടങ്ങിക്കണമെന്ന് വര വേണം. ഇതുപോലെ മടക്കി കൊടുക്കണം. അതിന് മടക്കിയതിന് ശേഷം ആദ്യം മടക്കില്ല, ഇതുപോലെ മടക്കിയതിന് ശേഷം ഒരു നമ്മൾ തോണി ഉണ്ടാക്കില്ലേ, അതുപോലെ നമ്മൾ ഇതുപോലെ മടക്കി കൊടുക്കണം. വീട്ടിൽ ശരിക്കും കാണുന്നുണ്ടോ? ഉണ്ട്, മനസ്സിലാവാതിരിക്കല്ലേ. ഇനി നമുക്ക് ഇത് ചെറിയൊരു പരിപാടിയാണ്. ഈ ഒരു സാധനം ഉണ്ടാവും. ഈ ഒരു സാധനം നമ്മൾ ഇങ്ങനെ ഈ ഒരു ഉള്ളിലേക്ക് മടക്കി കൊടുക്കണം. ഇത് ഉള്ളിലേക്ക് മടക്കി കൊടുക്കണം. എങ്ങനെയാണ് ഞാൻ കാണിച്ചത്? ഇതുപോലെ മടക്കി കൊടുത്താൽ മതി. ഞാൻ ചിക്കായിട്ടിരിക്കണം ഗൈസ്, എന്നാലേ. അപ്പോൾ ഗൈസ്, ഞാൻ രണ്ട് വശത്ത് ഇങ്ങനെ മടക്കി കൊടുക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമല്ലോ. അതിനുശേഷം ഈ ഒരു വശമില്ലേ, ഈ ഒരു വശം അത് നമ്മൾ ഈ സെൻറ്റർ വരമ്പക്ക് മടക്കി കൊടുക്കണം. ഇത് മനസ്സിലാകാതെ ഇപ്പോൾ അടുത്ത ശബ്ദമായിട്ട് ഇതുപോലെ അതുപോലെ ഈ ഒരു സൈഡെല്ലാം മടക്കി കൊടുക്കും. ഇത് രണ്ടും ഇങ്ങോട്ടേക്കുമാണ് മടക്കി കൊടുക്കേണ്ടത്. അപ്പോൾ മടക്കിയിട്ടുണ്ട് ഗൈസ്. ഇനി ഈ ഒരു മൂല ഉണ്ടോ, ഈ ഒരു മൂല പിടിച്ചിട്ട് ഇതുപോലെ ഇങ്ങോട്ടേക്ക് മടക്കി കൊടുക്കണം. ചെറിയൊരു മനസ്സിലാവാത്തതുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കാം. ഞാൻ അത് ഒരു ലോങ് വീഡിയോ ചെയ്യണോ എന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കാം. അതിന് ശേഷം ഇങ്ങനെ മടക്കിയില്ല, അതിന് ശേഷം മേലെ ഇത്ര ഭാഗം ഉണ്ടാവും, ചെറിയ ഭാഗം നമ്മളിങ്ങനെ താഴേക്ക് മടക്കി കൊടുക്കണം. ഇത്രയേ ഉള്ളൂ. സംഭവം സിമ്പിളാണ്. ഇനിയാണ് ഇതിൻ്റെ പ്രവർത്തനം മനസ്സിലാക്കുന്നത്. ഈ രണ്ട് സാധനം നമ്മൾ ആക്കിയത് ഇത് എന്തിനാ മനസ്സിലായോ? ഈ ഒരു സാധനം പിടിച്ചിട്ട് ഈ ഒരു സാധനം കണ്ടോ, ഇത് നമ്മൾ നിവർത്തിയതിന് ശേഷം ഇങ്ങനെ പിടിച്ചിട്ട് തുറക്കുമ്പോൾ അതൊരു റൗണ്ടായി മാറും. നിങ്ങൾക്ക് എന്ത് സാധനം വേണമെങ്കിൽ ഇട്ടെല്ലാം വെക്കാം. നിങ്ങൾക്ക് സാധനം ഇട്ട് കാണിച്ചാൽ ഇങ്ങനത്തെ സാധനം വേണമെങ്കിൽ ഇട്ട് വെക്കാം. അയ്യോ, ഫോണെല്ലാം എടുക്കുന്നത് അത് എൻ്റെ ഫോണാട്ടോ ഗൈസ്. ഇതെല്ലാം ഇട്ട് വെക്കാം ഗൈസ്. അപ്പോൾ ഇതുപോലെ ഇട്ട് വെക്കാം. ഇനിയിപ്പോൾ ഇത് നേരെ ആക്കണമെങ്കിൽ ഈ വശമല്ലാത്ത ഈ വശമില്ലേ, അത് പിടിച്ചിട്ട് എല്ലാം പ്രസ് ചെയ്താൽ മതി. ഇതുപോലെ നേരാം. എനിക്ക് പിന്നെ ഇതെന്തോ അങ്ങനെ ഇട്ട് വെക്കാനൊന്നും തോന്നില്ല. ഇതിങ്ങനെ മറിച്ച് പിടിച്ചിട്ട് ഒറ്റടി ചപ്പാത്തി പോലെ വെക്കണം. ഇതാണ് എനിക്കുള്ളൂ. അപ്പോൾ ടാറ്റാ, ഒന്ന് ട്രൈ ചെയ്യാം. കുറേ ആക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം. അപ്പം ടാറ്റാ, ബൈ. ലൈക്ക്, സബ്സ്ക്രൈബ്, കമൻറ്റ് ഞാനും വായിച്ചിരിക്കട്ടെടോ.